എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഖാന എന്ന് പറഞ്ഞ സാധനം പരിചയപ്പെടുത്തണ്ടേ. പലരും ഇത് നമ്മൾ ഷോപ്പിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷേ എന്തിനാണ് ഇതിൻ്റെ ഉപയോഗം പലർക്കും അറിയത്തില്ല. നമ്മളത് മേടിക്കാറുമില്ല, പ്രത്യേകിച്ച് മലയാളികളെ. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ, നോർത്തേൺ സൈഡിലൊക്കെ അവരിത് കൂടുതലും ഈ ചിക്കൻ കറിയും അതുപോലെ പനീർ കറിയൊക്കെ സബ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗ്രേവി ഒന്ന് നല്ല കൊഴുത്ത് നല്ല ഗ്രേവി ആയി കിട്ടാൻ വേണ്ടി ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് അരച്ച് ചേർക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉപയോഗമുണ്ട്. എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതല്ല. ഇതുകൊണ്ട് ആക്ച്വലി ജസ്റ്റ് നമ്മൾ സ്നാക്സായിട്ട് കഴിക്കാൻ പരുവത്തിൽ നമ്മൾ ഉപയോഗിക്കാം. ഇത് അതെങ്ങനെയാണ് നമുക്കിത് കാണാം. സാധാരണ രീതിയിൽ നമ്മൾ മലയാളീസ് പൊതുവെ 4 മണിക്ക് ചായയുടെ കൂടെയും അല്ലെങ്കിൽ ഒരു സ്നാക്സായിട്ടൊക്കെ എണ്ണയുടെ പലഹാരങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ. അത് ഒഴിവാക്കിക്കൊണ്ട് ഈ മഖാന നമുക്ക് ജസ്റ്റ് ഒന്ന് സൊട്ടേ ചെയ്ത്, അതായത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വെച്ചിരുന്നാൽ, ഒരു ടിന്നിൻ്റെ അകത്ത് നമ്മൾ വെച്ചിരുന്നാൽ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിക്കാം. വല്ലപ്പോഴും നമുക്ക് വിശക്കുകയോ അല്ലെങ്കിൽ ഒരു സ്നാക്സ് കഴിക്കാൻ തോന്നുമ്പോൾ നമുക്കിത് കഴിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്കിത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ഫ്രൈങ് പാന് എടുത്തു വെച്ചു. ജസ്റ്റ് അത് ചൂടാക്കാൻ ഓൺ ചെയ്തു. ഫ്രൈങ് പാൻ ഓൺ ചെയ്തു. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ മഖാന നമുക്ക് ഇട്ട് കൊടുക്കാം. മഖാനയുടെ ഇംഗ്ലീഷ് വേർഡ് ലോട്ടസ് സീഡ് എന്നാണ്. മലയാളം താമരപ്പൂവിൻ്റെ വിത്തെന്നായിരിക്കും. ഇത് ആക്ച്വലി ഡയബറ്റിക്, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷനുള്ള എല്ലാവർക്കും ഭയങ്കര ഉപകാരമുള്ളൊരു നല്ല സാധനമാണ്. എന്നാൽ നമുക്ക് പലർക്കും ഇതറിയില്ല. എനിക്കുൾപ്പെടെ അറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ കുറച്ച് നാളുകൊണ്ട് ഞാനിത് മനസ്സിലാക്കിയതും ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതും, അത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ HbA1c, ഡയബറ്റിക്കാരുടെ HbA1c ലെവൽ ലോ ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ലെവല്, അങ്ങനെ ഭയങ്കര ഒരു ഹെൽത്തി സാധനമാണ്. അത് ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ ചെറുതായിട്ട് മൂത്ത് വരും. അപ്പോൾ നമുക്ക് സ്വല്പം ഒരു ടേസ്റ്റിന് വേണ്ടി തന്നെ പെപ്പർ, ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, ജസ്റ്റ് നമുക്കൊരു ടേസ്റ്റ് വേണ്ട. നമുക്ക് ഈ മലയാളീസ് പ്രത്യേകിച്ച് എരിയും പുളിയൊക്കെ കഴിക്കുന്നവരാണല്ലോ. ഒരു സ്വല്പം ഉപ്പും, വേണ്ടാത്തവർക്ക് ഉപ്പ് വേണ്ട, ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് ഉപ്പും സോൾട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് മൊരിക്കുക. നമ്മുടെ പോപ്കോണൊക്കെ മൊരിഞ്ഞ് കിട്ടുന്ന പോലെ ഇത് നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഒരു ബ്രൗണിഷ്, ഒത്തിരി അങ്ങ് കരിക്കരുത്, ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് അത് ക്ലോസ്ഡിലിട്ട് നല്ല അടപ്പ് മുറുക്കമുള്ള കുപ്പിയിൽ അല്ലെങ്കിൽ ടിന്നിൽ അടച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാം. നല്ലൊരു സ്നാക്സാണ്. അപ്പം ഇന്നത്തെ മഖാന. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഇച്ചിരി നെയ്യുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്യ് ഒരു എണ്ണയ്ക്ക് പകരം ഉപയോഗിക്കാം. നെയ്യ് ഒഴിക്കാം. അല്ലെങ്കിൽ പിന്നെ ചാട്ട് മസാലയ്ക്കകത്തുള്ള ചാട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇതൊന്നുമില്ല, ഉപ്പും കുരുമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ടേസ്റ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇത് മൂപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് കപ്പലിൻ്റെയൊക്കെ വറുത്ത് കഴിക്കുന്നത് പോലെ, അല്ലെ പോപ്കോൺ കഴിക്കുന്ന പോലെ സിമ്പിളായിട്ട് കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്നാക്സായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അധികം സമയമൊന്നും എടുക്കത്തില്ല. ഈസിയാണ്, വെരി സിമ്പിൾ. ഓക്കെ, ബൈ ബൈ.